ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ യാത്രയുടെ തുടർച്ചയാണ്. വെറുമൊരു യാത്രയല്ല, റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ബുള്ളറ്റ് 350യുടെ കരുത്ത് പരീക്ഷിക്കാനുള്ള ടെസ്റ്റ് ഡ്രൈവ് അല്ലേ. അട്ടപ്പാടിയുടെ ഈ മണ്ണിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചങ്കിനുള്ളിൽ ഒരു ചെറിയ പിടച്ചിലും, മുന്നിൽ മൈലുകൾ നീളുന്ന കരിമ്പാതകൾ, പച്ചപ്പണിഞ്ഞ മലനിരകൾ. അട്ടപ്പാടിയിൽ നിന്ന് പതുക്കെ കാരമടയിൽ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. തമിഴ്നാടിൻ്റെ ചൂടിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ബുള്ളറ്റിൻ്റെ ലോ ആൻഡ് ടോർക്ക് എത്രത്തോളം മികച്ചതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരമടയിൽ കഴിഞ്ഞ് മേട്ടുപ്പാളയത്തെ തിരക്കുകളിലൂടെ ഒഴുകി നീങ്ങുമ്പോൾ വണ്ടി നല്ല സ്റ്റേബിളാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം ഇതൊന്നുമല്ലല്ലോ. ആ ദൂരെ കാണുന്ന നീലഗിരിയുടെ മടക്കുകളാണ് അല്ലേ. അതേപോലെ തന്നെ മേട്ടുപ്പാളയം പിന്നിട്ട് കോത്തഗിരിയിലേക്കുള്ള കയറ്റം തുടങ്ങുകയാണ് നമ്മൾ. ഓരോ ഹെയർപിൻ വളവുകളിലും ബുള്ളറ്റ് 350 അതിൻ്റെ തനിമ നിലനിർത്തി തന്നെ മുന്നോട്ട് പോകുന്നു. ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടതാണ് കേട്ടോ, ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. ചുരങ്ങൾ കയറുമ്പോൾ എൻജിൻ തളരുന്നേയില്ല. കോത്തഗിരിയിലെത്തിയപ്പോൾ കാഴ്ചകൾ മാറി. ചായത്തോട്ടങ്ങൾക്കിടയിലൂടെ വീശുന്ന തണുത്ത കാറ്റ്, മനോഹരമായ വ്യൂ പോയിന്റുകൾ. അവിടെ നിന്ന് നേരെ കൂനൂരിലേക്ക്. കൂനൂർ ഒരു വികാരമല്ലേ. ആ പഴയ ബ്രിട്ടീഷ് ശൈലിയിലുള്ള കെട്ടിടങ്ങളും പുകമഞ്ഞ് പുതച്ച താഴ്വരകളും ബുള്ളറ്റിൻ്റെ സീറ്റിംഗ് കംഫർട്ട് എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ, അതൊരു വല്ലാത്ത സംഭവമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇത്രയും ദൂരം വന്നിട്ടും ഒട്ടും ക്ഷീണം തോന്നുന്നേയില്ല. പക്ഷേ ശരിക്കുള്ള സാഹസികത ഇനി തുടങ്ങാനിരിക്കുന്നതല്ലേ ഉള്ളൂ അല്ലേ. എന്തായാലും കൂനൂർ വിട്ട് മഞ്ചൂരിലേക്ക് കടക്കുമ്പോൾ റോഡ് പതുക്കെ ചെറുതാകുന്നുണ്ട് കേട്ടോ. ചുറ്റും ഘോര വനമാണ്. കാടിൻ്റെ മണം, വന്യമൃഗങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്ന നിശബ്ദത. മഞ്ചൂർ ടൗൺ ഒരു ചെറിയ സ്വർഗം പോലെയാണ്. അവിടെ നിന്ന് മുള്ളിയിലേക്കുള്ള യാത്രയാണ് ഈ റൈഡിലെ ഏറ്റവും ക്രിട്ടിക്കൽ പാർട്ട്. ആ ഒരു യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 49 ഹെയർപിൻ വളവുകളാണ് കേട്ടോ. ഇത് ഒരുപാട് ആളുകൾ മിസ് ചെയ്യുന്ന ഒരു ഏരിയയാണിപ്പോൾ. കാരണം ഈ വഴിയുള്ള ഗതാഗതം നിരോധിച്ചത് കാരണം. അപ്പോൾ നിങ്ങൾ കാണാത്ത ഈ മഞ്ചൂരിൻ്റെ ഈ ഒരു മുള്ളിയിലേക്കുള്ള ഹെയർപിൻ ബെൻഡുകൾ 49 എണ്ണമാണ്. ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാഹസികതയുടെ ഒരു അങ്ങേ അറ്റമാണ് ഇതെന്ന് പറയാം. കാരണം ഏത് വളവിലും നമുക്ക് ആനകളെ സ്പോട്ട് ചെയ്യാം. ഇഷ്ടം പോലെ ആനപ്പിണ്ടം വഴിയിലൊക്കെ കിടക്കുന്നുണ്ട്. കാരണം ആനകളുടെ ശല്യം കുറച്ച് അധികമുള്ളതാണ്. ആനകളുടെ ഏരിയയാണ്, ആന ശല്യമല്ല, ആന താരകൾ ഉള്ള ഏരിയയാണ്. ആനകൾ എന്താ പറയുക, നിബിഡ വനമായതുകൊണ്ട് തന്നെ അവർ കൂട്ടമായി വസിക്കുന്ന അവരുടെ സ്ഥലമാണ്. നമ്മൾ അതിലൂടെ അതിക്രമിച്ച് കിടക്കുകയല്ലേ അല്ലേ. എന്തായാലും സാഹസികതയുടെ അങ്ങേ അറ്റം എന്ന് തന്നെ പറയാം. ഓരോ വളവും ഒരു പരീക്ഷണമാണ്. ബ്രേക്കിങ്ങും ഗിയർ ഷിഫ്റ്റിങ്ങും കൃത്യമായിരിക്കണം. താഴേക്ക് നോക്കിയാൽ അഗാധമായ താഴ്വരകളാണ്. മുകളിൽ നീലഗിരിയുടെ തലപ്പുകളും കാണാം. ബുള്ളറ്റിൻ്റെ സൗണ്ട് ഈ താഴ്വരകളിൽ പ്രതിധ്വനിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അതിനൊക്കെ അപ്പുറമാണ് കഥ. അവിടെ നിന്നെല്ലാം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണല്ലേ. നമ്മുടെ മുന്നിൽ കുറച്ച് സ്കൂൾ കുട്ടികളുടെ ബസ് പോകുന്നുണ്ട് കേട്ടോ. സ്കൂൾ കുട്ടികളുടെ ഒന്നുമല്ല, അത് ലൈൻ ബസ്സാണ് അല്ലേ. പെട്ടെന്ന് ആ നിറം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാണ്. യഥാർത്ഥത്തിൽ ലൈൻ ബസ് തന്നെ കേട്ടോ. മേട്ടുപ്പാളയത്തേക്ക് മുള്ളി വഴി പോകുന്ന, മഞ്ചൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് മുള്ളി വഴി പോകുന്ന ഒരു ബസ്സാണ്, ലൈൻ ബസ്സാണ്. അതിൽ കുറേ സ്കൂൾ കുട്ടികൾ ഇതിന് മുമ്പുള്ള ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതാണ് ഞാനിവിടെ പറയാൻ കാരണം കേട്ടോ. എന്തായാലും ബുള്ളറ്റിൻ്റെ ആ ധക് ധക് സൗണ്ട്, അത് അല്ലേ വല്ലാത്തൊരു സൗണ്ട് നോട്ടാണല്ലോ. ആ ഒരു സൗണ്ട് പഴയതുപോലെ അത്രത്തോളം ഇല്ലെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫീല് നമുക്ക് നൽകിക്കൊണ്ട് കാടിൻ്റെ വന്യതയുമായി ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനാവുക. എന്തായാലും കാടിൻ്റെ വന്യതയും ബുള്ളറ്റിൻ്റെ കരുത്തും തമ്മിലുള്ള ഒരു മത്സരം പോലെയല്ലേ. സമയം വൈകുന്നേരം 5:30 നമ്മൾ മുള്ളി ചെക്ക് പോസ്റ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അധികം ദൂരമില്ല. അപ്പോൾ ഇതിന് ഇടയിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമമുള്ള ചൂടുകാലത്തിലേക്ക് പ്രവേശിച്ചതോട് കൂടിയിട്ട് ആ ഒരു എന്താ പറയുക, അരുവികളും കാര്യങ്ങളെല്ലാം വറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ 1-2 പാലങ്ങളും വെള്ളക്കാരൻ പണി കഴിപ്പിച്ച കേട്ടോ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെയൊന്നും നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് മുൻപ് ഒരു ചെക്ക് പോസ്റ്റ് ഉള്ളത് കൊണ്ട് ആ ഭാഗങ്ങളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊന്നുമില്ല. അപ്പോൾ പെർമിഷൻ ഇല്ലാതെ നമുക്ക് കാടിൻ്റെ രംഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാനാവില്ലല്ലോ. അപ്പോൾ ചെക്ക് പോസ്റ്റ് അടുത്തപ്പോൾ നമ്മൾ ക്യാമറയൊക്കെ ഓഫാക്കി പതുക്കെ ബാഗിലേക്ക് വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പുറത്തേക്ക് എന്താ പറയുക ഉള്ള ദൃശ്യങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ ഭാഗം നിരോധിത മേഖലയായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ അത് ബുദ്ധിമുട്ടുമാണ്. പിന്നെ വളവുകളും തിരിവുകളും ഒക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ച് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഫോറസ്റ്റ് ഗാർഡ്സിൻ്റെയോ മറ്റോ ഒരു പട്രോളിംഗ് ജീപ്പിന് മുന്നിലൊക്കെ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് ഈ ഒരു മേഖലയിലൂടെ വരാനാവില്ല. അത് ബുദ്ധിമുട്ടാണ്. കടന്നു പോകാനുമാവില്ല. ഒരുപക്ഷെ വണ്ടി ഓടിച്ച് പോകാം. ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് പിന്നെ നമുക്ക് അട്ടപ്പാടിയിൽ എത്തണമെങ്കിൽ 50 കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് പോകേണ്ട ഒരു വഴിയാണ്. അത്
മേട്ടുപ്പാളയത്തേക്ക് ഈ ബസ് നേരത്തെ നമ്മൾ കണ്ട ആ ബസ് ഉണ്ടല്ലോ, ആ ബസ് പോകുന്ന റൂട്ടിനാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ ആ ഒരു റൂട്ടിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ 50 കിലോമീറ്ററെങ്കിലും നമുക്ക് കൂടുതൽ ഓടേണ്ടി വരും. സമയം ഒരുപാട് നഷ്ടമാണ്. കാരണം ഈ മലനിരകളിലൂടെയുള്ള ഡ്രൈവിങ്ങിൽ എപ്പോഴും നമുക്ക് പ്രശ്നം വരുന്നത്, എപ്പോഴും നമ്മളൊരു മണിക്കൂർ സമയമെടുക്കും ഒരു 25 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്ത് പോകാൻ. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഹെയർ പിൻ ബെൻഡുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, മറ്റു വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടി അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ ഈ ഒരു വഴി. എങ്കിൽ കൂടി ഒരു ഒറ്റവര പാതയുടെ അത്രയും വീതിയാണ് യഥാർത്ഥത്തിൽ. അല്പം കൂടി വീതി ഉണ്ടെന്ന് പറയാം. എങ്കിലും ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്ത് പോകാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് പ്രശ്നം തന്നെയാണ്. എന്തായാലും നമ്മൾ ആ ഒരു യാത്രയിലേക്ക് മുന്നോട്ട് തന്നെ പോവുകയാണ്. ഈ ബസ് നമ്മളെ കടന്നങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ വിഷ്വൽസ് എടുക്കാൻ വേണ്ടി കുറച്ച് ചെറിയ പ്രശ്നങ്ങളായപ്പോൾ ഞാൻ കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് പിറകിലേക്ക് നിന്നു. അങ്ങനെ ബസ്സിനെ കടന്നു പോകാനുള്ള ഒരു സമയം കൊടുത്ത് ഞാൻ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഈ ഓരോ ഹെയർ പിന്നുകളും കടന്നു പോകുന്ന വഴികളിൽ അതിനെ സൂചിപ്പിക്കുന്നത് എത്രാമത്തെ ഹെയർ പിന്നാണെന്ന് കാണിക്കുന്ന ഓരോ ബോർഡുകളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ 49 ഹെയർ പിന്നുകളും നമുക്കിങ്ങനെ എണ്ണിക്കൊണ്ട് കവർ ചെയ്ത് പോകാനാവും എന്നുള്ളതാണ്. ഏത് സമയത്തും നമുക്ക് ആനകളെ ഇവിടെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വൈകുന്നേരത്തെ. ഇപ്പം ഞാൻ വരുന്ന ഈ സമയം 5 മണി സമയമാണ്. ആയതുകൊണ്ട് തന്നെ അറ്റ് എനി ടൈം നമ്മളിങ്ങനെ ഒരു വണ്ടിയുടെ പിറകിൽ പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ മുന്നിൽ തനിയെയൊക്കെ പോവുകയാണെങ്കിൽ അത് ഒരു പക്ഷേ ആനകൾ ഈ ഒരു വഴിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു എന്താ പറയുക, വേറെ വഴികളില്ല. കാരണം നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പെട്ടെന്ന് വണ്ടി തിരിച്ച് നമുക്ക് പോകാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റില്ല. നിലവിൽ മുള്ളി ചെക്ക് പോസ്റ്റ് തമിഴ്നാട് സർക്കാർ ടൈഗർ റിസർവ് ആണ് ഈ ഒരു ഭാഗം എന്നുള്ള പേരിൽ അടച്ചിട്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് ഇതുവഴി പോവുകയാണെങ്കിൽ വെറും 20 കിലോമീറ്റർ കൊണ്ട് നമുക്ക് താവളത്തെത്താനായിട്ട് പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ ഉള്ളതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, എന്തായാലും നമുക്ക് ഇതേപോലെ ആ ഒരു ചെക്ക് പോസ്റ്റ് വഴി തന്നെ കടന്നു പോകണം. കാരണം ഞാൻ പലവട്ടം അവിടെ പോയി റിക്വസ്റ്റ് ചെയ്ത് തന്നെ, കാരണം നമ്മൾ കേരളീയരാണ്, മറ്റുള്ള തമിഴന്മാർക്ക് കടന്നു പോകാമെങ്കിൽ നമുക്കും കടന്നു പോകാം അല്ലേ. വഴി അങ്ങനെ ആർക്കും മൂടിക്കെട്ടാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരെ കൺവിൻസ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ ഒരു പർപ്പസ്ഫുള്ളി നമ്മൾ യാത്ര ചെയ്യുന്നത് കൊണ്ടും കാടിനെ അറിഞ്ഞ് യാത്ര ചെയ്യുന്നതുകൊണ്ടും നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ വന്യമൃഗങ്ങൾക്ക് ശല്യമോ ഒന്നും ഉണ്ടാക്കുന്നില്ല. വളരെ മാന്യമായിട്ടുള്ളൊരു റൈഡിങ് അനുഭവം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രകളാണ് നമ്മുടെ ഓരോ യാത്രകളും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ആവേശകരമായ ഈ യാത്ര ഏറ്റവും എന്താ പറയുക മനോഹരമായിട്ട് പൂർത്തിയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ തരത്തിൽ നമ്മൾ ഇപ്പോൾ സമയം 5:30 പ്രവേശിക്കുന്നു. നമ്മൾ ആ ചെക്ക് പോസ്റ്റിന് അടുത്തേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഹെയർ പിൻ വളവുകളൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു താഴ്വരയാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് ചെക്ക് പോസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിനടുത്ത് എത്തുമ്പോഴേക്കും നമുക്ക് ക്യാമറ ഓഫ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അല്പം ദൃശ്യങ്ങൾ കൂടി നിങ്ങൾക്ക് കാണാം എന്നുള്ളതേ ഉള്ളൂ. ഹെയർ പിൻ വളവുകൾ ഏറെക്കുറെ നമ്മൾ ഇതാ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 40 ഹെയർ പിന്നുകളും നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി ഒരു 9 ഹെയർ പിന്നുകൾ മാത്രമാണുള്ളത്. ഈ പോകുന്ന വഴിയിൽ തമിഴ്നാട്ടിൻ്റെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ട് കേട്ടോ. ഒരു അടിപൊളി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ്. അതായത് വളരെ ചുരുങ്ങിയ വെള്ളത്തിൽ നിന്ന് അവർ ആ വെള്ളം മുകളിലേക്ക് അടിച്ച് കയറ്റി അവിടെ നിന്ന് ഇതേപോലെ അവിടെ വരുന്ന മലയുടെ മുകളിൽ വരുന്ന വെള്ളം കൂടി ചേർത്ത് താഴേക്ക് ഈ എന്താ പറയുക ജനറേറ്ററുകളിലേക്ക് കൊണ്ടുവരികയും പിന്നീട് വീണ്ടും ഈ താഴെയുള്ള വെള്ളം മുകളിലേക്ക് അടിച്ച് കയറ്റി അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നുമുണ്ട്. അങ്ങനെയാണ് കഥ. അപ്പോൾ മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു റൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം അവസാനത്തെ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പം കാട്ടുപാതകളെ കീറി മുറിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇനി മറ്റൊരു യാത്രയിലേക്കാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.